7 മാസം പ്രായമുള്ള കുട്ടിയെ പീഡിപ്പിച്ച് കൊലക്കയർ വിധിച്ച കോടതിക്ക് അഭിനന്ദനങ്ങൾ. അവനെയൊന്നും കൊന്നാൽ പോരാ, ലിംഗം മുറിച്ച് മുളക് തേച്ച് 1-2 ദിവസം കെട്ടിത്തൂക്കി വെട്ടിക്കൊല്ലണം. അതുതന്നെയാണ് വേണ്ടത്. പക്ഷേ ഇത്തരം വാർത്തകളൊക്കെ കൊടുക്കുമ്പോൾ വാർത്തക്കാർക്ക്, പ്രത്യേകിച്ച് ഞങ്ങൾ ജനൻ ടി വിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇത് കോടതി വിധി ആയതാണ്, എന്നാലും ആ യുവാവ് ആരാണ് എന്ന് ഞങ്ങൾ വെളിപ്പെടുത്തുന്നില്ല. അയാളെ ഫോട്ടോ ഞങ്ങൾക്ക് ലഭ്യമല്ല, കാരണം പീഡിപ്പിച്ചത് മുസ്ലിം നാമധാരിയല്ല എന്നതുകൊണ്ട് തന്നെയാണ്. ഈ വാർത്ത കണ്ടോ? 13-കാരനെ പ്രകൃതി വിരുദ്ധത്തിനിരയാക്കിയവർ അറസ്റ്റിൽ. അത്ര കൊടുത്താൽ മതി. അങ്ങനെ വേണമെങ്കിൽ ഞങ്ങൾക്ക് കൊടുക്കാം, പക്ഷേ അത് പോരാ. ആദ്യം കൊടുത്ത വാർത്ത വിധിയായതാണ്, സത്യസന്ധമാണ്, വ്യക്തമാണ്. ആര് എന്ത് ഏത് ഒന്നും ഉണ്ടാവില്ല, അതങ്ങനെയാണ്. ഇത് അറസ്റ്റ് നടന്നിട്ടേ ഉള്ളൂ. കള്ളക്കേസാണോ പ്രതികൾ കുറ്റം സംബന്ധിച്ചോ ഒന്നും തീരുമാനമായിട്ടില്ല. എന്നാലും ഫോട്ടോ അടക്കം ഞങ്ങൾ വ്യക്തമാക്കും. മുസ്ലിം, അറബിക് കോളേജ്, ഇതൊന്നും ഞങ്ങൾക്ക് സഹിക്കുന്നില്ല. അതാണ് പറയാനുള്ളത്. ഇവർ പഠിപ്പിക്കുന്നത് മുസ്ലിം സ്ഥാപനങ്ങളിലാണ്. ഇവരെപ്പോലെ മതം പഠിപ്പിക്കുന്നവരെ മനുഷ്യരായി ഞങ്ങൾ കാണുന്നില്ല. ആദ്യം മനുഷ്യനാവണ്ടേ, എന്നിട്ടല്ലേ മുസ്ലിം ആവേണ്ടത്. മദ്രസയിലും അറബിക് കോളേജിലും പഠിപ്പിക്കുന്നവർ ഭൂരിഭാഗവും പ്രകൃതി വിരുദ്ധന്മാരാണ്, ഞങ്ങൾക്ക് സംശയമില്ല. കാമവെറിയന്മാർ സ്കൂൾ അധ്യാപകരിലില്ലേ? നിങ്ങൾ വാർത്തക്കാർക്കിടയിലില്ലേ? ഇതുപോലെ മതം പഠിപ്പിക്കുന്ന ചെറ്റകളെ ന്യായീകരിക്കുന്നില്ല. വാർത്ത കൊടുക്കുമ്പോൾ സലീം പീഡിപ്പിച്ചത് ഫോട്ടോ സഹിതം വലുതാക്കി കൊടുക്കുമ്പോൾ സുനിൽ പീഡിപ്പിക്കുന്നത് ഫോട്ടോ കൊടുത്തില്ലെങ്കിലും പേരെങ്കിലും കൊടുക്കാനുള്ള മാന്യത നിങ്ങൾ വാർത്തക്കാർ കാണിക്കണം. പ്രിയപ്പെട്ട മാതാപിതാക്കളോട് പറയാനുള്ളത്, ഇത്തരം കാമവെറിയന്മാരുടെ കയപ്പ് തീർക്കാൻ മക്കളെ മദ്രസകളിലേക്കും അറബിക് കോളേജുകളിലേക്കും പറഞ്ഞു വിടുന്നതിന് പകരം ഇപ്പോൾ ഓൺലൈൻ സംവിധാനങ്ങൾ ലഭ്യമാണ്. 5 വക്ത് നിസ്കരിക്കണം, കളവ് പറയരുത്, മോഷ്ടിക്കരുത്, വ്യഭിചരിക്കരുത്, മാതാപിതാക്കളോടും അയൽവാസികളോടും സമൂഹത്തോടും മാന്യമായി പെരുമാറണം, മുതിർന്നവരെ ബഹുമാനിക്കണം, ഇളയവരെ സ്നേഹിക്കണം എന്നൊക്കെ പഠിപ്പിക്കുന്ന ഖുർആനും ഹദീസും പഠിപ്പിക്കേണ്ടതാണ്. മതമനുസരിച്ച് ജീവിക്കേണ്ടതാണ്. അതിന് ഇതുപോലുള്ള മൊയ്ലിയന്മാരെ അടുത്തേക്ക് മക്കളെ വിടല്ലേ, പ്ലീസ്. അസ്സലാമു അലൈക്കും. മെൽ ഓൺലൈൻ മദ്രസ തുടക്കം കുറിക്കുകയാണ്. ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നും മദ്രസ വിദ്യാഭ്യാസം ഓൺലൈനിലൂടെ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് കരസ്ഥമാക്കുവാൻ സാധിക്കും. മെല്ലിന് എല്ലാവിധത്തിലുള്ള ആശംസകളും വിജയങ്ങളും നേരുന്നു.